നമസ്കാരം. സമൂഹത്തെ ഭീഷണിപ്പെടുത്തുന്നവർക്ക് മരണം ഉറപ്പായിരിക്കുമെന്നും കുറ്റവാളികളുടെ ജീവിതം ഇനി മുതൽ ഉത്തർപ്രദേശിൽ വളരെ ദുസ്സഹമായിരിക്കുമെന്നും പൊതുമധ്യത്തിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. സമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് ഒരാൾ ഭീഷണിയാവുകയാണെങ്കിൽ അയാളുടെ അന്ത്യകർമ്മം നടത്തും എന്നുകൂടി യോഗി ആദിത്യനാഥ് പറഞ്ഞു വെക്കുന്നുണ്ട്. വെള്ളിയാഴ്ച അലിഗഡിൽ നടന്ന ഒരു റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് യോഗി ആദിത്യനാഥിന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഏപ്രിൽ 26 നടക്കുന്ന രണ്ടാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അലിഗഡിൽ നിന്നും മത്സരിക്കുന്നതിന് വേണ്ടി സതീഷ് കുമാർ ഗൗതമിനെയാണ് BJP ഇത്തവണ കളത്തിലിറക്കിയിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനോടനുബന്ധിച്ച് സംസാരിക്കവെയാണ് ഈ ഒരു മുന്നറിയിപ്പ് യോഗി ആദിത്യനാഥ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം ഉത്തർപ്രദേശിലെ നിലവിലത്തെ സ്ഥിതിയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. പണ്ടായിരുന്നുവെങ്കിൽ ഉത്തർപ്രദേശിൽ സ്ത്രീകൾക്കോ അല്ലെങ്കിൽ വ്യവസായികൾക്കോ രാത്രിയിൽ ഇറങ്ങി നടക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഉത്തർപ്രദേശ് എന്നുകൂടി യോഗി ആദിത്യനാഥ് പറയുന്നുണ്ട്. രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വാനോളം പ്രശംസിച്ച യോഗി ആദിത്യനാഥ് മൂന്നാം തവണയും അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ആദ്യ 3 വർഷത്തിനുള്ളിൽ തന്നെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയാകുമെന്ന ഉറപ്പ് കൂടി അവിടുത്തെ ജനങ്ങൾക്ക് നൽകുന്നു. ഉത്തർപ്രദേശ് വികസിക്കുകയാണെങ്കിൽ മാത്രമേ ഇന്ത്യ വികസിച്ചു എന്ന് പറയാൻ സാധിക്കൂ എന്ന ഒരു പരാമർശം കൂടി യോഗിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതായത് നിലവിൽ ക്രമസമാധാന നിലയൊക്കെ വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംസ്ഥാനമായി ഉത്തർപ്രദേശ് മാറിയിട്ടുണ്ട്. അതും ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ തന്നെ. നമുക്കറിയാം, പണ്ട് കാലത്ത് ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്തോട് ചേർത്ത് വെക്കപ്പെട്ടിരുന്നത് അവിടുത്തെ അക്രമ സംഭവങ്ങൾ മാത്രമായിരുന്നു, അക്രമ പരമ്പരകൾ മാത്രമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഉത്തർപ്രദേശിനോട് ചേർത്ത് വെക്കാൻ നിരവധി വികസന പ്രവർത്തനങ്ങൾ കൂടി അവിടെയുണ്ട്. എന്തായാലും ഉത്തർപ്രദേശിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 7 ഘട്ടങ്ങളിലായി ഏപ്രിൽ 19 മുതൽ ജൂൺ 1 തീയതി വരെ ആയിരിക്കും നടക്കാൻ പോകുന്നത്. ജൂൺ 4 ഉത്തർപ്രദേശ് വിധി എഴുതുകയും ചെയ്യും. ഉത്തർപ്രദേശിന്റെ വിധി തന്നെ ആയിരിക്കും രാജ്യത്തിന്റെ വിധി എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ പറയുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.